ഒരു മീൻ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തു, എണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചട്ടിയിലെ വെള്ളമുണ്ട്, അധികം ചൂടായിട്ടില്ല, വെള്ളം വറ്റിയിട്ടില്ല. എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെയാണ് ഈ തക്കാളിയും ഈ ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടായേക്കാവുന്ന പൊട്ടിത്തെറികളൊക്കെ ഒഴിവാക്കാൻ പറ്റും, അത്ര തന്നെ. ഇപ്പം ഇതിൽ ഇട്ടിട്ടുള്ളത് തക്കാളി, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇട്ടിട്ടില്ല. മുളക് പൊടി കൂടുതൽ ഉള്ളത് കൊണ്ടാണ് പച്ചമുളക് ഇടാത്തത്. ഇനി എരി കൂടി പോകണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, അങ്ങനെയൊന്നും വേണ്ട, ഒരു വാടി കിട്ടിയാൽ മതി. പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഇത്ര എടുത്തിട്ടുള്ളത്. ഇതിപ്പം ചെറിയ സ്പൂണായതുകൊണ്ടാണ് 2-2.5 സ്പൂണൊക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഒരുപാട് കൂടി പോകുന്നു, അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുരുമുളക് കുറച്ചേ ഉള്ളൂ, കൂടി പോകത്തൊന്നുമില്ല. പച്ചമുളക് ഇല്ലല്ലോ. പിന്നെ ചെറിയ കുഞ്ഞ് സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്ന് വഴണ്ട് വരുമ്പോൾ വെള്ളം ഒഴിച്ച് മസാല മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ പറയും കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പുളിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിലൊരു തുള്ളി ആദ്യം ഒഴിച്ച് കൊടുത്ത് ഒന്നും മസാല മൂപ്പിച്ചതിന് ശേഷം ബാക്കി പുളിയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. മീൻ കറിയുടെ കുറേ വീഡിയോകൾ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ നോക്കി ഒരുപാട് വീഡിയോകൾ കാണാൻ പറ്റും പുളിവെള്ളം ഒഴിക്കുന്നത് കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തിളയ്ക്കാറാകുമ്പോഴത്തേനും നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഞാൻ തന്നെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. പല രീതിയിൽ നമുക്ക് മീൻകറി പല രീതിയിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് പിന്നീട് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിനുള്ള വെള്ളം. അപ്പം മീനിട്ടിട്ട് നമ്മളിപ്പോൾ ഒരുപാട് വേവിക്കേണ്ട. മീനൊക്കെ പെട്ടെന്ന് വെന്ത് വരുന്ന സാധനം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരുന്നത് കൊണ്ട് തന്നെ കറി ഇത്തിരി നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. എന്നാൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് കറി വെന്ത് വന്നതിന് ശേഷം മീനിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. തിളച്ച് വരുമ്പോൾ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചോട്ടെ. നന്നായിട്ട് തിളച്ച് കുറച്ച് നേരം അതിൻ്റെ ടേസ്റ്റ് വരും കറിക്കപ്പോൾ. എന്നിട്ട് മീനിട്ട് കൊടുക്കുക. കറിവേപ്പില ആവശ്യത്തിനിടാം, അവരവരുടെ ഇഷ്ടത്തിന്. നല്ലതല്ലേ കറിവേപ്പില. മീനിടുന്നതിന് മുമ്പ് ഇടാം, അതിന് ശേഷം ഇടാം, എപ്പോൾ വേണമെങ്കിലും ഇടാം. നല്ല മണമല്ലേ ഇതിടുമ്പോൾ. എന്നിട്ട് മീനിട്ട് കൊടുക്കുക. മീനിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മീനിട്ട് ഉടനെ ഇളക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, മീൻ പൊടിഞ്ഞ് പോകത്തില്ലല്ലോ, ഒരു കുഴപ്പമില്ല ഇളക്കി കൊടുക്കുന്നതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് കുത്തി ഇളക്കരുത്. എനിക്കൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും പറയും ചെയ്യും, ഞാനിട്ട് ഇളക്കും. ശ്രദ്ധിച്ചായിരിക്കും ഇളക്കുന്നത്, പക്ഷേ എന്നാലും ചില സമയത്ത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചില മീനൊക്കെ നന്നായിട്ട് പെട്ടെന്ന് പൊടിയുന്ന മീനൊക്കെ ഉണ്ടല്ലോ. ഇത് അയലയാണ്, കുഴപ്പമില്ല. അതോടെ കിടന്ന് തിളച്ചോട്ടെ. അത് തിളക്കുന്ന സമയത്ത് മീൻ പൊരിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അടുത്ത അടുപ്പിലോട്ട് മീൻ പൊരിക്കാനുള്ളത് വെച്ച് കൊടുത്തു. 3 എണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേർക്ക് കഴിക്കാൻ വേണ്ടി മാത്രം വെച്ചിട്ടേ ഉള്ളൂ. ഒരാൾ മീൻ കഴിക്കത്തില്ല. അപ്പോൾ അത് പൊരിച്ചെടുക്കാം. അപ്പം മീൻ പൊരിക്കുമ്പോഴും നമ്മളത് ഇട്ട് കൊടുത്ത മീൻ വെച്ച് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് അനക്കി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അടിയിൽ പിടിക്കത്തില്ല, അത് ഒട്ടി പിടിക്കത്തില്ല. അതല്ലെങ്കിൽ 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ട് അതിൽ ഇട്ടിട്ട് മീൻ അതിൽ വെച്ച് കൊടുത്തിരുന്നാലും അടിയിൽ പിടിക്കത്തില്ല. മീൻ ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കണം. കുറച്ച് കഴിഞ്ഞിട്ടായാലും ശരിയാവത്തില്ല. ഞാനിപ്പോൾ ഒരല്പം കഴിഞ്ഞിട്ടാണ് ഇളക്കിയത്. അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കുകയാണെങ്കിലുണ്ടല്ലോ, പിന്നെ അതും പൊട്ടിത്തെറികൾ തെറിച്ച് പരിസരത്തൊക്കെ തെറിച്ച് വീഴുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ മീൻ കറിയുടെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇതെന്നും ഇങ്ങനെ ഓരോരോ ഇട്ടത് തന്നെ വീണ്ടും ഇടുന്നതെന്ന് എന്ന് കരുതും. നമ്മൾ എന്നും ഒരേ ടൈപ്പല്ല വെക്കുന്നത്. ഇടണം, എന്തായാലും വീഡിയോ ഇടണം, എന്തായാലും വെക്കുന്ന ഇതൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പം മീനൊക്കെ വെന്തിട്ടുണ്ട്, അത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഞാനിപ്പം അത് അടുപ്പ് മാറ്റി ഇത് കറി എടുത്ത് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ട് മീൻ പൊരിക്കാൻ വെച്ചത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് ക്യാമറ അല്ലെങ്കിൽ വെക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പുറത്തെ സൈഡിലോട്ട് ക്യാമറ വെക്കുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇതിങ്ങനെ അടുപ്പ് മാറ്റി വെച്ചത്. അപ്പോൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. എനിക്കതാണ് ഇഷ്ടം, മൊരിഞ്ഞ് വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മീനന്ന് ചൂടോട് കൂടി കഴിച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. വേറെ കറികളൊന്നുമില്ല, ഈ മീൻ കറിയും മീൻ പൊരിച്ചതും ഇത് മാത്രമേ ഉള്ളൂ. അതും കൂടെ കൂട്ടി ഞാൻ കഴിക്കാം. അപ്പോൾ വീഡിയോകളൊക്കെ ഇത് കുറച്ച് നാളായി, വീഡിയോ എടുത്തിട്ടൊരു 5-6 ദിവസമായി വീഡിയോ എടുത്തിട്ട്. ഇപ്പോഴാണ് ഇത് ഇടാൻ പറ്റിയത്. എനിക്ക് ഇത് വളരെ ബുദ്ധിമുട്ടിയാണ്. എനിക്കങ്ങ് ചുമയ്ക്കണമെന്നുണ്ട്, ആ രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇത് എടുക്കുന്നത്, സൗണ്ട് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണ് വീഡിയോ ഇടാനൊക്കെ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കഴിച്ചോട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ച് കാണുമായിരിക്കുമല്ലേ. ഇന്നിപ്പം ഉച്ച കഴിഞ്ഞു, ഉച്ചയായി, എല്ലാവരും ചോറ് കഴിക്കേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം, നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. മീൻ പൊരിച്ചതാണ് കേട്ടോ, ഞാൻ കഴിച്ചോട്ടെ. എനിക്ക് ഇഷ്ടമാണ്, നല്ല ചൂടോടെ നല്ല മൊരിഞ്ഞ് മീനൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇന്നും ചോറ് കഴിച്ചിട്ട് വന്നിട്ടാണ് എനിക്ക് നല്ല ചുമ വരുന്നുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കേ.
ബായ്.